ഹലോ, ഇന്ന് രാത്രി ചപ്പാത്തി നല്ല അടിപൊളി തക്കാളിക്ക കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ സവാള അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു, അതിനെ കടുക് വറുത്തിട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞ് അതിലേക്ക് ഇടുന്നുണ്ട്. ഈ മഞ്ഞൾ വെള്ളത്തിൽ ക്യാബേജ് ഇടുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട് അരിയാനാണ്. പിന്നെ പാവയ്ക്ക രാത്രി അമ്മയ്ക്കും മാമനുമൊക്കെ വിഴുക്കുരട്ടി തിന്നാനാണ്. ഇവിടെ വേറെ ആരും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ പച്ചക്കറിയെല്ലാം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടാണ് ഇവിടെ എല്ലാ പച്ചക്കറിയായാലും കഴുകി എടുക്കാറുള്ളത്. ആ സമയം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യോടെ കഴുകാൻ വെച്ചിരുന്ന പാത്രങ്ങളും കൂടെയൊക്കെ ഞാനങ്ങ് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനിടയിൽ അമ്മയൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. ഒരു 7 മണിയൊക്കെ കൂടി, ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ പോയില്ല. ഇനിയാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് തേങ്ങ തിരുവെന്ന് പറയുന്നത്. ആദ്യം കുറച്ച് തിരുവിയ തേങ്ങ ഇരുന്നുകൊണ്ട് തന്നെ ബാക്കി ഞാൻ തിരുവി. ഇനി ഒരു പൊട്ടിച്ച തേങ്ങ ഉണ്ടായതുകൊണ്ട് ഞാൻ കുത്തി ഇളക്കിയിട്ട് മിക്സിയിൽ അടിക്കണം. എന്നെപ്പോലെ എളുപ്പ പണികൾ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ഏറ്റവും ഒരു ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതൊന്നും ടാസ്ക് അല്ല, ഈ ഒരു തേങ്ങ തിരുവുന്ന കുറേ നേരം നിന്ന് തിരുവി നിൽക്കണം. അതിനെല്ലാം അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം വഴറ്റിയെടുക്കുമ്പോൾ കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ, സാധാ എല്ലാവരും യൂസ് ചെയ്യുന്ന പൊടികളൊക്കെ തന്നെ ഇടുന്നുണ്ട്. മുളക് പൊടി ഇവിടെ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം അപാര എരിവാണ് കേട്ടോ കുറച്ചിട്ടാലും. പിന്നെ പൊതുവേ ഇപ്പോൾ ഇവിടെ എരിവ് കുറച്ചാണ്. പിന്നെ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അരി പൊതുവേ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് സെറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരുപാട് വെള്ളമല്ലാതെ നല്ലൊരു കുറുകിയ പാകത്തിനുള്ളൊരു കറിയാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ലൂസായി പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാക്കി കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്, എന്നാലും അത്രയും ലൂസാക്കാതെ ഇടുക. ഇനി ലാസ്റ്റ് നമ്മുടെ മല്ലിയില കൂടി ഇടണം കേട്ടോ. ഏത് കറിക്കായാലും മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മല്ലിയില ഞാൻ എടുത്ത് കഴിക്കാറില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് അതിലിറങ്ങുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കി ഞാൻ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിന് കറി സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും അമ്മയൊക്കെ വന്നു. അപ്പോൾ അതിനിടയ്ക്ക് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ക്യാബേജൊക്കെ കഴുകി ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ട് അരിയാണ്. അമ്മയൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല നാടൻ ചീര വഴിയിൽ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതിനെല്ലാം അരിഞ്ഞ് വയ്ക്കുകയാണ്. ചീരയൊക്കെ അരിയുന്നത് അമ്മയുടെയാണ്. ഞാൻ അരിഞ്ഞാൽ അത്ര ഒരു പെർഫെക്റ്റ് ആകില്ല. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടി ചപ്പാത്തി ചുടലിലേക്ക് കിടക്കുക. അപ്പോൾ അപ്പുറത്തമ്മ പാവയ്ക്കയുടെ പരിപാടികളിലാണ്. അതിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് അതങ്ങോട്ട് സെറ്റാക്കുകയാണ്. ആ സമയം ഞാനിവിടെ ഓരോ ചപ്പാത്തി അരി ചുട്ട് തുടങ്ങാം. ഇവിടെ പിന്നെ ഷേപ്പിനൊന്നും ഒരു പ്രാധാന്യമില്ല, നൈസായിട്ട് പരത്തിയെടുക്കുക, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഷേപ്പിനൊരു പ്രയോറിറ്റി കൊടുക്കാറില്ല. ഇതമ്മ നാളത്തേക്ക് വേണ്ടിയിട്ട് മീൻ ഇന്നേ രാത്രി വെച്ച് സെറ്റാക്കുകയാണ്. കാരണം നാളെ മാമനൊക്കെ രാവിലെ പോകുന്നുള്ളതുകൊണ്ട് വങ്കട മീനാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. ഇനി ബാക്കി കുറച്ച് ഞാൻ ചുട്ടു, കുറച്ച് ബാക്കി അമ്മേനെ ചുടുന്നു. നമ്മൾ കൈ കൊണ്ടൊക്കെ മറിച്ചിടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഞാനല്ല. അപ്പോൾ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.